രണ്ടു ദിവസമായിട്ട് ഞാനൊന്ന് ബഹിരാകാശത്ത് പോയി. അപ്പോൾ എന്നെ എല്ലാവരും കൂടി പാൻ ഇന്ത്യൻ ബീഫ് സ്റ്റാർ ഷിയാസ് കരീമാക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബീഫ് എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പശു ഇറച്ചിയല്ല കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ പശുവിനെ വളർത്തി നമുക്ക് പാല് കുടിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ അത് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ അതിലൊക്കെ വീട്ടിലൊക്കെ പോയി ഞാൻ ഈ പശുവിൻ്റെ പാല് കുടിച്ച് അങ്ങനെ നമ്മളൊരു ഗോമാതാവ് ആ ഒരു സാധനത്തിലേക്കല്ലോ. ബീഫ് എന്ന് പറഞ്ഞാൽ പക്ക ബഫലോ പോത്തിറച്ചി അത് ഞാൻ കഴിക്കുന്ന പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു സിസ്റ്ററോട് എൻ്റെ സുഹൃത്തായിട്ട് ഒരു കോമിക് തമാശകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് വളച്ചൊടിച്ച് വേറെ ഇതിലേക്ക് ആക്കാൻ പാടില്ല. ഞാനൊരു വീഡിയോ പെടുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടുപോയിട്ട് പറയാം. അത് നമ്മുടെ BJP ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ BJPയുടെ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇടുന്നുണ്ട്. ശരി എന്നാ ബൈട്ടോ. നമ്മൾ നിർത്തി. അവസാനം പവനായി ശവമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയായി പോയല്ലോ ഷിയാസ്ക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും. ഇപ്പൊ എവിടെ പോയി അതൊക്കെ? കാണുന്നില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ. എന്തൊരു ശാന്തമായ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയാ ഷിയാസ് വന്നിരുന്നുകൊണ്ട് സമാധാനപരമായിട്ട് പറയുന്നത്. ഇതിന് മുന്നേ കണ്ട വീഡിയോസിലൊക്കെ തന്നെ എന്തൊക്കെയായിരുന്നു ബഹളങ്ങൾ, സംസാരങ്ങളൊക്കെ തന്നെ. ഇപ്പൊ ഒന്നും തന്നെ കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്താ പറ്റിയ? മതിയായോ? പാൻ ഇന്ത്യൻ ലെവലിൽ ഊക്ക് ആ ഒരു തരത്തിൽ റീച്ചൊക്കെ കിട്ടിയപ്പോഴത്തേക്കും സമാധാനമായോ? ശരിക്കും പറഞ്ഞ ഷേട്ടാ ഇത്രയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞ എന്താ പറയാ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അറിയാൻ മേലെ എനിക്ക് ചോദിക്കാം, വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ചുമ്മാ വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളിൽ ചൊറിഞ്ഞ് പണി ഇരുന്ന് വാങ്ങി എന്ന് വേണം കൃത്യവും വ്യക്തവുമായിട്ട് പറയാനായിട്ട്. അല്ലാതെ ആരും വളച്ചൊടിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. എല്ലാം ഷിയാസിന്റെ കയ്യിൽ നിന്ന് സംഭവിച്ച തെറ്റിദ്ധാരണകളും അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് എന്നുള്ളത് 100% വ്യക്തമാണ്. അതിനി ആരുടെയും തലയിലേക്ക് എടുത്തിടാനൊന്നും ഷിയാസ് നോക്കണ്ട കേട്ടോ. ഷിയാസെ ശരിക്കും പറഞ്ഞാൽ ഷിയാസിന് പണി കിട്ടി, അല്ലെങ്കിൽ ഷിയാസിന് ആ ഒരു തരത്തിലുള്ള പണി ഇരുന്ന് വാങ്ങി. കാരണം പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ചിരിയാണ് എനിക്ക് വന്നതെന്ന് പറയാം. കാരണം പുള്ളി ഒന്ന് ആളാവാനായിട്ട് നോക്കിയതാ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്ന് മാസാവാനായിട്ട് നോക്കിയതാ. പക്ഷേ ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ, അങ്ങ് പാൻ ഇന്ത്യൻ ലെവലിൽ നിന്ന് തന്നെ അങ്ങ് റീച്ച് കയറി അങ്ങ് വലിയ രീതിയിലുള്ള ഊക്കിനുള്ള വക വരുത്തി വയ്ക്കുകയായിരുന്നു. ആദ്യത്തെ ആ ബീഫിന്റെ വീഡിയോ അത് നല്ല രീതിക്ക് കയറി അങ്ങ് കൊളുത്തി, നല്ല രീതിക്കുള്ള ഊക്ക് പലയിടങ്ങളിലായി വന്നു. അതിനുശേഷം പിന്നെ അതിനെ ന്യായീകരിച്ച് മെഴുകാനായിട്ട് രണ്ടാമതൊരു വീഡിയോ പുള്ളിക്കാരൻ അങ്ങോട്ട് ചെയ്തു. അത് ഫസ്റ്റിൻ്റെ ഒന്നും നല്ല രീതിക്ക് വലിയ തോതിലുള്ള ഊക്ക് കിട്ടുന്ന വകുപ്പുണ്ടാക്കി വെച്ചു. ഇപ്പോൾ രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും തൃപ്തിയായി. അങ്ങനെ മൂന്നാമത് വളരെ ശാന്തനായി സൗമ്യനായി വന്ന് കാര്യങ്ങൾ അങ്ങോട്ട് വെളിപ്പെടുത്തി ബോധ്യപ്പെടുത്തി. ഇപ്പൊ എന്ത് മനസമാധാനത്തോടെ ഇരുന്ന് പറയുന്നു, അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്. ഇപ്പൊ എന്തായാലും ഒരു കാര്യം വ്യക്തമായി. കിട്ടേണ്ടത് കിട്ടിയാൽ ആരായാലും പാഠം പഠിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഷിയാസ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വ്യക്തമായിരിക്കുന്നു. അത് മാത്രമല്ല ഷിയാസ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ ഭയങ്കര ഒരു ഫൺ ടാക്കിന്റെ ഇടയിൽ പറഞ്ഞ കാര്യം. ഇവിടെ ഷിയാസെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഷിയാസ് പോർക്ക് കഴിയാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബീഫ് കഴിക്കുന്നതോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രശ്നം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ട എന്ന് പറഞ്ഞ കാര്യത്തെ എന്തിന് നിർബന്ധിച്ചു? അത് തമാശയ്ക്കായാൽ പോലും എന്തിന് നിർബന്ധിച്ചു? കാരണം ഈ പറയുന്ന വ്യക്തി ഷിയാസ് പോർക്ക് കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. അത് എന്തുകൊണ്ടാണ്? മതപരമായിട്ട് അത് കഴിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് മറ്റൊരാൾ അത് കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് എന്തിന് നിർബന്ധിച്ചുകൊണ്ട് നീ എന്തുകൊണ്ട് കഴിക്കുന്നില്ല? അതും പോട്ടെ, എന്നിട്ട് നീ കഴിക്കാത്തത് കൊണ്ട് നീ BJP ആണോ എന്ന തരത്തിലുള്ള ഒരു അനാവശ്യ രീതിയിലുള്ള വ്യാഖ്യാനം അവിടെ ഷിയാസ് വളച്ചൊടിച്ചുകൊണ്ടുണ്ടാക്കി. അവിടെ തെറ്റിദ്ധാരണ പരത്തിയതാരാണ്? അവിടെ ആ ഒരു തരത്തിൽ വളച്ചൊടിച്ചതാരാണ്? ഷിയാസ് അല്ലേ? ഇത് BJPക്കാരുണ്ടാക്കിയ പ്രശ്നമാണോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇത്രയും കത്താൻ കാരണം ഷിയാസിന്റെ ആ ഒരൊറ്റ വാചകമല്ല, അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ പറയുന്ന രീതിയിൽ പേഴ്സണൽ സ്പേസും അതോടൊപ്പം തന്നെ പബ്ലിക് സ്പേസും രണ്ടും രണ്ടാണ്. അതിപ്പോ എത്ര ഇനി നമ്മൾ ആ ഒരു തരത്തിൽ കൂട്ടുകാർ അത് ഇത് ചക്കം വാങ്ങാനൊക്കെ പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് കാണിക്കുന്ന കൂത്താട്ടങ്ങളല്ല നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്യാമറയെ പൊക്കി പിടിച്ച് നിൽക്കുന്ന ആ ഒരു കൂട്ടത്തിൽ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും പറയുന്നതും ചെയ്യുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള കാര്യം രണ്ടും രണ്ടാണ്. അത് ഇതുവരെയായിട്ടും ഷിയാസിന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഷിയാസ് പൊട്ടനാണോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാവുള്ളൂ ശരിക്കും പറഞ്ഞു. കാരണം ഇമാതിരി പൊട്ടത്തരങ്ങൾ ഷിയാസ് അല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല. കാരണം അതുപോലെയല്ലേ ഓരോന്ന് കാണിച്ചു കൂടുന്നത്. എന്തായാലും ഇപ്പോൾ ഷിയാസ് വന്നിട്ട് പറഞ്ഞ കാര്യമാണ്, ഞാൻ പശുവല്ല, ഞാൻ ഇന്ന രീതിയിൽ പോത്താണ് കഴിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് ഷിയാസ് വന്ന് ആ ഒരു രീതി പറയുന്നത്. അതെന്തും ആയിക്കോട്ടെ, ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ എന്താ പറയുക, BJPക്കാര് ബീഫ് കഴിക്കത്തില്ല എന്നിവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെ ഞാൻ ചോദിക്കട്ടെ, BJPക്കാർ ബീഫ് കഴിക്കുന്നവർ എത്ര പേരാണ്? അതോടൊപ്പം തന്നെ BJP സപ്പോർട്ട് ചെയ്യുന്നവർ ബീഫ് കഴിക്കുന്നവർ എത്രയാണ്? ബീഫൊക്കെ തന്നെ ഇവിടെ ഒരുപാട് പേര് കഴിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതും പോത്തും പശുവും രണ്ടും രണ്ടാണ്. പോത്തിറച്ചി കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതേസമയം പോത്തിറച്ചി കഴിക്കാത്തവരും ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പോർക്ക് കഴിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, പോർക്ക് കഴിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ വിഷയം അതൊന്നും അല്ലല്ലോ ഷിയാസെ. ഇവിടെ BJP അല്ല വിഷയം, ഇവിടെ പോർക്കല്ല, ഇവിടെ ബീഫും അല്ല വിഷയം എന്ന് പറയുന്നത്. ഇവിടെ വിഷയം ഷിയാസ് ആണ് വിഷയം എന്ന് പറയുന്നത്. കാരണം ഷിയാസ് ഒരാളെ നിർബന്ധിച്ചു.
അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ BJP എന്നുള്ള തരത്തിലോട്ട് വളച്ചൊടിച്ചു. ഇതല്ലേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഷിയാസെ? ഇപ്പൊ എന്തു പറ്റി? പത്തി താണോ ശരിക്കും പറഞ്ഞാൽ? അതായത് പണി കിട്ടി, ഇനിയും വലിയ പണി വരുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പ്ലേറ്റ് പതുക്കെ അങ്ങോട്ട് മാറ്റി. കാരണം ഇവിടെ ഈ പറയുന്ന രീതിയിൽ BJP എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സംഘികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിപ്പിടിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തരത്തിൽ പുള്ളി ഒന്ന് മാസാവാനായിട്ട് നോക്കിയതാണ്. പക്ഷേ കൈവിട്ട് പോയി, കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. അത് നല്ല രീതിക്ക് ഊക്ക് കിട്ടുന്ന തരത്തിൽ, സ്വയം ഊക്ക് വാങ്ങുന്ന, അതും പാനിൻ്റെ ഒരു ഊക്ക് വാങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ സംഗതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 8ന്റെ പണി വീണ്ടും കിട്ടുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഷിയാസ് പതുക്കെ ശാന്തനായി കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ അങ്ങോട്ട് കാച്ചി. എന്തായാലും ഇപ്പോഴെങ്കിലും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോയി ഇതുപോലുള്ള രീതിയിൽ വിളമ്പാതിരിക്കുക, അതായിരിക്കും ഷിയാസിന് നല്ലതെന്ന് പറയും. കാരണം നമുക്ക് ഒരു കാര്യം സംസാരിക്കാനായിട്ട് അറിയത്തില്ലെങ്കിൽ അവിടെ നമ്മൾ വായ്പൂത്തി മിണ്ടായിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ആളാവാനായിട്ട് നമ്മൾ ഓരോന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പണി നമുക്ക് തന്നെ കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും പല രീതിയിലായിരിക്കും അത് പബ്ലിക്കിൻ്റെ മുന്നിൽ പലരും എത്തിക്കുന്നതെന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ വിളിച്ച് കൂവാനായിട്ട്, പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ. എന്തായാലും ആ ഒരു പാഠം ഇപ്പോൾ ഷിയാസ് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് വെറുതെ തലയിടാതിരിക്കുക, അതായിരിക്കും നല്ലത്.